ഓൺലൈനിൽ പങ്കെടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, ശാരീരിക വേദനയോടെ പ്രാർത്ഥിക്കുന്നവർ, മനഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ, അവരുടെ മേൽ കർത്താവിന്റെ ചൈതന്യവും ശക്തിയും വർഷിക്കട്ടെ. പരിശുദ്ധ അമ്മ ഈ നിമിഷം അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. അവർ കർത്താവിന്റെ കാലത്തിന്റെ അടയാളമായി മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഉടമ്പടി കാലത്തിൻ്റെ ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ ബേസ്മെൻ്റ് എന്താണ്? ഉടമ്പടി ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യാശയാണ്. സാക്ഷ്യങ്ങൾ കേൾക്കും മനസ്സിലാകും. അതിന് പ്രത്യേക ജാതി എന്ന വിശ്വാസമൊന്നുമില്ല. ആരാണ് യേശുവിലൂടെ പൂർത്തിയാക്കിയ വാഗ്ദാനങ്ങളിലെ യേശുവിലൂടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങളിലെ ആർക്കാണ് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കുന്നത്, അവർക്കെല്ലാം ഉടമ്പടി അനുഭവവേദ്യമാവുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മണത്തറിയാൻ പറ്റുകയും ചെയ്യാം. ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് വിപിൻ്റെ സാക്ഷ്യമാണ്. വിപിനൊരു പയ്യൻസാണ്, ബിടെക്. വിപിൻ്റെ സാക്ഷ്യങ്ങൾ പ്രാധാന്യം വരുന്നത് വിപിൻ്റെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയായിരുന്നു. 20 സപ്ലി എഴുതേണ്ടി വരുമ്പോൾ അതിൻ്റെ അരിയർ കാരണം അവന് അത് പറ്റാത്തൊരവസ്ഥ വന്നു. 20 സപ്ലി എഴുതണം, 20 പേപ്പർ അരിയറുണ്ട്, കുടിശ്ശികയുണ്ട്. അപ്പോൾ ഒരു പേപ്പർ പോലും അവന് എഴുതാനത് മാനസികാവസ്ഥയില്ല, അതിന് ഓർമ്മ കിട്ടണില്ല, അതിന് കോൺഫിഡൻസ് ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്നൊരു പിടിയുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ കാര്യങ്ങൾക്കും ഒരു ഇല്ല എന്നുള്ളത്, വീഞ്ഞ് ഇല്ല എന്നുള്ള ഒരു ഇല്ലായ്മയിൽ മാതാവ് ഒളിപ്പിച്ച് വെച്ച കുറേ ഈ ഏത് കാലം സൂര്യൻ ഉണ്ടാകുന്ന അത്രയും കാലമുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ ഇല്ലായ്മകളെ അമ്മ ഒരൊറ്റ ഇല്ലായ്മയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥം വഹിച്ചിരിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിപിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അത് പതുക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ കാണുന്ന വചനം 2 കൊരിന്ത്യൻസ് 1:20. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ഏറ്റു പറഞ്ഞേ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഏറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു എത്ര വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കണം മനുഷ്യരാശിക്ക്. 8852 വാഗ്ദാനം. ഇത്രയുണ്ട് വാഗ്ദാനങ്ങൾ. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും എന്താ പറയണത്? ക്രിസ്തുവിൽ. എന്താണ്? അതെയാണ്. അതാണ് ഈ പരിശുദ്ധ അമ്മ ഈ വീഞ്ഞു തീർന്നു പോകുന്ന കുഞ്ഞു കാര്യത്തിന് പോലും യേശുവിനെ സമീപിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നിറവേറുന്ന ഒറ്റ നെയ്മാണ്, ഒറ്റ പേരാണ് ക്രിസ്തു. അമ്മയ്ക്കത് പരിശുദ്ധാത്മാവാണ് നൽകിയത്. ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മോട് കാണിക്കുന്ന ഒരു സമ്മാനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള കൃപ. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. പറഞ്ഞേ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും. യെസ്,
അതേ ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കൈ നെഞ്ചത്ത് വെക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ക്രിസ്തുവിനെ അറിയാനുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതേ എന്ന് ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്താ ഗുണമെന്നറിയാവോ? അപ്പോൾ അതുകൊണ്ട് ഈ 2 കൊരിന്ത്യർ 1:20 ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ ആണെങ്കിൽ, അതുകൊണ്ട് എന്താ പറയണത്? അതുകൊണ്ട് എന്താണ് സഭയുടെ പ്രത്യുത്തരം? എന്താ? താഴെ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത്. കൈയിടിച്ച് എന്തിനുള്ള ഒരു പോംവഴിയാണ് ഈ 2 കൊരിന്ത്യർ 1:20 എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ചുരുക്കെഴുത്ത്, ഒരു പോംവഴിയാണ്, ഒരു സൂത്രവാക്യമാണ്, ഒരു കുറുക്ക് വഴിയാണ്. എന്താണ്? ദൈവമഹത്വത്തിന് അവൻ വഴി ആമീൻ പറയുക. മനസ്സിലായി? ഈ പ്രേക്ഷിത പ്രവർത്തനം ആമീൻ പറച്ചിലാണ്. പ്രേക്ഷിത പ്രവർത്തനം നാം ചെയ്യണില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ദൈവമഹത്വത്തിനുള്ള ആമീൻ പറച്ചിലാണ്. എന്താണ്? അവൻ പറയണത് പോലെ ഞങ്ങൾ ചെയ്തോളാം. അവൻ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഇതെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴെല്ലാം ഇതെന്താ സംഭവിക്കുന്നത്? ദൈവമഹത്വത്തിന് നമ്മൾ അവൻ പറയണത് പോലെ ചെയ്യുകയാണ്, ആമീൻ പറയുകയാണ്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു വിഭിന്ന സാക്ഷ്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പരിശുദ്ധാത്മാവ് വരുമായിരിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ചിഞ്ചു എന്ന് പറഞ്ഞുള്ള അതിരപ്പള്ളിയിലുള്ള ഒരു ST സ്റ്റുഡൻറ്റിനാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്. അയാളെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഞാൻ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുകയല്ല, ആ കുട്ടി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ആ രീതിയിലാണ്, ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ്, പക്ഷേ എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. വില്ലേജ് ഓഫീസർ ചെല്ലുമ്പോൾ ഓരോ തരത്തിലുള്ള തകരീടകളെ പറഞ്ഞിട്ട് എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തു? ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ പോവുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷേ ഹൈക്കോടതി തന്ന സർട്ടിഫിക്കറ്റ് PSC അംഗീകരിക്കണില്ല. അതാണ് അവരുടെ പ്രശ്നം, ജോലി പ്രശ്നമാണ്. അവളുടെ ജോലിയിൽ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതാണ് പ്രശ്നം. ലിസ്റ്റിൽ അവളുടെ പേരുണ്ട്, പക്ഷെ അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കൃത്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ കൊടുക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളോ ന്യായങ്ങളോ ഉണ്ടാവും, എന്തോ ആയിക്കോട്ടെ. ഇവളുടെ ജീവിതം വലയുകയാണ്. അവൾ നേരെ അത് ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹൈക്കോടതി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ PSC അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അവൾ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ PSC അംഗീകരിക്കാത്ത കാരണം അവർ വീണ്ടും കളക്ടറിൻ്റെ അടുത്ത് പോകും. കളക്ടർ ആ അപേക്ഷ ഇവരുടെ തന്നെ SC/STയുടെ പ്രത്യേക ട്രൈബ്യൂണലുണ്ട്, അതിലേക്ക് വിടും. അവർ വിജിലൻസൊക്കെ വെച്ച് ഈ വിഷയം, നിസ്സാര കാര്യമല്ലേ, വിജിലൻസൊക്കെ വെച്ച് വിഷയം അന്വേഷിക്കും. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സ്പീഡായിട്ട് നല്ല ശരിക്കും ഇതിനോട് ലിസ്റ്റ് ക്യാൻസലാകുന്നുണ്ട്. ഇതിനൊരു ലിസ്റ്റ് ക്യാൻസലാകുന്നു. പക്ഷേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം അഡ്വൈസ് മെമ്മോ വന്നിട്ടില്ല. അങ്ങനെയാണ് പ്രശ്നം. പക്ഷേ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുമ്പോൾ ഈ ചിന്തി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? അവളിവിടെ വന്നിട്ട് ഒരു 5 കാശ് രൂപ മേടിച്ച് എടുക്കും, വെഞ്ചരിച്ചത്. അപ്പോൾ
പരിശുദ്ധ അമ്മ അവളോട് പറയും 10 മേടിക്കാൻ പറയും. 10 മേടിക്കാൻ പറയും. ഉടനെ ഇവിടെ 10 കാശിനും വാങ്ങിക്കും, വെഞ്ചരിച്ച കാശ്. നിങ്ങൾ ആ സാക്ഷ്യം കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. എന്നിട്ട് ഇവൾ എന്താ ചെയ്യണം? അപ്പോൾ ഞാനിവിടുത്തെ അവൾ കാശുരം മേടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള എന്നെ അത്രയും വലുതായിട്ടതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാൻ കാരണം ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയുമ്പോൾ. പിന്നെ അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു പത്രം കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവൻ സാക്ഷ്യമല്ലേ, ഈ കാലങ്ങളിൽ ഈ മാസം ഈശോ ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അത് ഇതിൽ ഒരു കാശിനും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈശോനെക്കുറിച്ച് പറയും. ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈശോനെക്കുറിച്ച് പറയണത് കേട്ടല്ല, മനസ്സിലായില്ലേ? കാര്യങ്ങളെ കൂടെ പോക്കേ എത്ര പേര് പണി മേടിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ദൈവമൊന്നും, അതായത് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട കൃപ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്ക് വെടിക്കെട്ടായിട്ടാണ് മറ്റുള്ളവരെ യേശുവിന് വേണ്ടി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 10 മേടിക്കാൻ പറഞ്ഞു. ഞാൻ 10 മേടിച്ച് ഞാൻ 10 കാശ് രൂപ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാശ് രൂപ കൊടുക്കും, നല്ലൊരു 10 രൂപ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എടി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അത് ഇത്രയും സ്പീഡാണ്. അതെന്തുകൊണ്ടാണ് ചിഞ്ചുവിന് ഇത്രയും സ്പീഡായിട്ട് ഈ വരുന്ന സംഭവം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ സിൻസിയറാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഉടമ്പടിയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ മനോഭാവം സിൻസിയറിറ്റിയാണ്. നമ്മൾ ആ വിഷയം സിൻസിയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈവം സീരിയസ് ആവും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയറാകും. ദൈവം ഓട്ടോമാറ്റിക്കലി സിൻസിയറാണ്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളതനുസരിച്ച് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ക്രമീകരിക്കണം. 2 കോർഡിനേറ്റ്സ്, ഒന്ന് 20 B പോയിൻ്റാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. മനസ്സിലായല്ലേ? ഇതെല്ലാം ഈ ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ആമേൻ പറയണത്? ദൈവമഹത്വത്തിനാണ് ആമേൻ പറയുന്നത്. ഈ മഹത്വം ആണ് നമ്മൾക്ക് കൃപയായി നമ്മളിലേക്ക് ചൊരിയണത്. കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു സബ്ജക്റ്റാണ് കൃപയുടെ ഹൃദയസ്പന്ദനം. നമുക്ക് ഹൃദയം ഇടിക്കണേ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഹൃദയം ഇടിക്കേക്കല്ലേ? ഇതുപോലെ ഈ കൃപ ഇങ്ങനെ ഒരു സ്പന്ദനം ചെയ്യണേ കേൾക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കൃപ നിറയുമ്പോഴേ കൃപ ഇങ്ങനെ സ്പന്ദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിപിൻ്റെ സാക്ഷിയൊക്കെ മനോഹരമാകണത് ആ വഴിക്കാണ്. വിപിൻ്റെ പ്രോബ്ലം എന്താണ്? അരിയറല്ലേ? അരിയറാണ് എന്ന് വെച്ചാൽ 20 സബ്ജക്റ്റല്ലേ അരിയർ വന്നിരിക്കുന്നത് ബിടെക്കുകാരൻ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴവന് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. കൃപാസനം പത്രം തന്നെയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകൻ, ഒരു മാലാഖിയായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഈ കൃപാസനം പത്രമാണ്. ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് സാക്ഷ്യത, എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിനോട് അത്ര അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ അന്ന് യൂസ്ഡ് അല്ല ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാനത് അത്രയും ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച അതാണ് പറയുന്നത്, ബിബിൻ പറയുന്നതാണ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് യൂസ്ഡ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളത്. പക്ഷേ പിറ്റേ ആഴ്ചയിലും വേറെ ഒരർത്ഥം കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തു. അപ്പം ജസ്റ്റ് നോക്കി, വേറെ ഒരു ദിവസം കൂടി ഒരു പത്രം കൂടി അതിനെ കൊണ്ട് ആരോ കൊണ്ടൊന്ന് കൊടുത്തു. അപ്പോഴും അവൻ ശ്രദ്ധിച്ചു, കണ്ടു നോക്കി, ഒരാളിന് തന്നെ എങ്ങനെയാണ് ഒരാളെ മാതാവ് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന് നോക്കി. നിങ്ങൾ വഴിയാണ് അല്ലേ, നിങ്ങൾ ഓരോരുത്തരും വഴിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത്. വിപിൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നോക്കിയേ.
ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതിനെ വിശദാംശങ്ങൾ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ കാലാന്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണം, അത് ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാലാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ ഈശോൻ്റെ വചനമുള്ള, ഈശോയുടെ പ്രവർത്തനങ്ങളുള്ള, ഈശോയുടെ സാക്ഷ്യമുള്ള, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുള്ള പത്രം കൊടുക്കണം. അത്രേ എന്നോട് ആദ്യ കാര്യങ്ങൾ പറഞ്ഞുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനതകൾക്ക് വിശ്വാസം കൈമാറുകയാണ്. ശരിക്കും ജനതകളുടെ വിശ്വാസം കൈമാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വിശ്വാസം കൈമാറുന്നത്? ഇതൊരു മതം മാറ്റമല്ല, മറിച്ച് എന്താ സംഭവിക്കണത്? ഇവിടെ ആരെയും ന്യായസ്ഥാനപ്പെടുത്തുക ഒന്നും ചെയ്യണില്ല. എന്താ സംഭവിക്കണത്? ക്രിസ്തു ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താണ്? ക്രിസ്തുവിൽ അതേ ആണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ലോകത്തിന് മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വേദന, കണ്ണീര്, സങ്കടം, രോഗം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അങ്ങനെ മുഴുവനും ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 8852 വാഗ്ദാനങ്ങളുടെ നിവർത്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളൊരു ഫീറ്റസായിട്ട് രൂപപ്പെട്ട് വരുന്നത് തൊട്ട് നമ്മുടെ നിത്യത വരെയുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന്, ക്രിസ്തു അതേ എന്ന് തന്നെ. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജപ്റ്റ് നടപടിയാണ്, അല്ല നിങ്ങൾക്ക് ജോലിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പോളണ്ടിൽ പോയി. അവന് അവിടെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് കണ്ണീരിടുകയാണ്. എന്താണ്? അവന് ഭക്ഷണമില്ലടാ, അവന് ഭക്ഷണമില്ല. അവന് ഭക്ഷണമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ആവർത്തിക്കണില്ല. പക്ഷെ അതല്ല, വിത്തിൻ 24 hours എങ്ങനെയാണ് അവൻ പഠിച്ച സബ്ജക്റ്റ് തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കിട്ടണത് വിദേശ രാജ്യത്ത്? അവൻ്റെ ഒരു രാത്രിയിൽ അവന് ഭക്ഷണമില്ലാതെ ഒരു മുസ്ലിം പള്ളിയുടെ വാതിൽക്ക് കിടന്ന് ഉറങ്ങിയവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അമ്മ റീസെറ്റ് ചെയ്യണത്. അതുപോലെ സകല വാഗ്ദാനങ്ങളും നിൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങൾ, എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങളും അതേ എന്നുള്ളടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ അഭിഷേകമായി സ്വീകരിക്കാൻ അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.